ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. അതാണ് കേട്ടോ. നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണ്. ഒന്ന് ഭക്തി പ്രസ്ഥാനവും അതുപോലെ സൂഫി പ്രസ്ഥാനവും. ഫസ്റ്റ് നമ്മൾ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. അതിനു മുന്നേ ഭക്തി എന്ന് വെച്ചാൽ എന്താണ്? അതായത് ദൈവത്തിന് സമ്പൂർണ്ണമായ ജീവിതം എന്താണ് സ്വയം സമർപ്പിക്കുന്നതിന്, അതായത് നമ്മുടെ ജീവിതം മൊത്തത്തിൽ സ്വയം സമർപ്പിക്കുന്നതിനെയാണ് എന്ത് ഭക്തി എന്ന് പറയുന്നത് കേട്ടോ. സ്വയം സമർപ്പിക്കുന്നതിനെയാണ് എന്ത് ഭക്തി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം. പണ്ട് ദക്ഷിണേന്ത്യയിൽ ഇഷ്ടദൈവത്തോടുള്ള ഭക്തിയെയൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഗീതങ്ങളും അതുപോലെ കീർത്തനങ്ങളൊക്കെ രചിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ ജീവിച്ചിരുന്നു, ഭക്തകവികൾ ജീവിച്ചിരുന്നു. അതിൽ പ്രധാനമായിട്ടും രണ്ട് ഭക്തകവികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വിഷ്ണു ഭക്തരും അതുപോലെ ശിവഭക്തരും. വിഷ്ണു ഭക്തരെ അറിയപ്പെട്ടിരുന്നത് എന്താണ്? ആഴ്വാർ എന്നും അതുപോലെ ശിവഭക്തരെ അറിയപ്പെട്ടിരുന്നത് നായനാർമാരും എന്നുമായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ്? ആഴ്വാർമാരെന്നും നായനാർമാരെന്നും കേട്ടോ. ആഴ്വാർമാരെന്നും നായനാർമാരെന്നും ആണ് ഇവരെ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ഭക്തി പ്രസ്ഥാനം നമുക്ക് എപ്പോഴാണ് ഉണ്ടായിരുന്നത്, ഏത് നൂറ്റാണ്ടിലാണ് നിലനിന്നിരുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്? CE 7 മുതൽ 12-ാം നൂറ്റാണ്ട് വരെയാണ് ഈ ഭക്തി പ്രസ്ഥാനം നിലനിന്നിരുന്നത്. ആ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കുറച്ച് സവിശേഷതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും, ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം, അതുപോലെ എന്താണ് ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. ഇത്രയുമാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. ഓർത്ത് വയ്ക്കണം കേട്ടോ. ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് സവിശേഷതകളൊക്കെ എഴുതാൻ പറയുമ്പോൾ എന്ത് ചെയ്യുക? ചെറുതായിട്ട് ഭക്തി പ്രസ്ഥാനം എന്താണെന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക? ഈ സവിശേഷതകൾ കൂടി എഴുതാം. ഈ ഭക്തി പ്രസ്ഥാനം പ്രധാനമായിട്ടും ഒരു പ്രസ്ഥാനമായിട്ട് രൂപം കൊണ്ടത് എവിടെ നിന്നാണ്? തമിഴ്നാട്ടിലാണ് കേട്ടോ. ഓർത്ത് വെക്കുക. ഭക്തി പ്രസ്ഥാനം പ്രധാനമായിട്ടും ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയത് എവിടെ നിന്നാണ്? തമിഴ്നാട്ടിലാണ്. അതുപോലെ ഈ ആഴ്വാർമാരും നായനാർമാരും ഒക്കെ എന്ത് ചെയ്യാണ്? അവരുടെ പ്രാദേശിക ഭാഷകളിൽ ഈ ഓരോ ഭക്തിഗാനങ്ങൾ ആലപിച്ച് കൊണ്ടിട്ട് എന്തുണ്ട് ദേശസഞ്ചാരം നടത്തി ഓരോ ജനങ്ങളിലേക്ക് ഇവരുടെ ഇവർ എന്ത് ചെയ്യാണ്? ഇവരുടെ ഈ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. അതായത് അവർ ഈ പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവിടെ ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ആളുകൾക്ക് വരെ അവർ എന്താണോ പറയുന്നത്, അവരുടെ ആശയങ്ങൾ എന്താണോ അത് അവർക്ക് അത് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ വേണം അവർ അത് പ്രകടിപ്പിക്കാൻ എന്നത് കൊണ്ടാണ് അവരവരുടെ പ്രാദേശിക ഭാഷകളിലൊക്കെ എന്ത് ചെയ്തിരുന്നത്? ഈ ഭക്തിഗാനങ്ങളൊക്കെ ആലപിച്ചിരുന്നത്. അത് ആഴ്വാർമാരും നായനാർമാരും അങ്ങനെയായിരുന്നു. അവരവരുടെ പ്രാദേശിക ഭാഷകളിൽ ഈ ഭക്തിഗാനങ്ങളൊക്കെ ആലപിച്ചുകൊണ്ട് എല്ലായിടത്തും എല്ലാ ജനങ്ങളിലും എത്താൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിരുന്നു? ദേശസഞ്ചാരം നടത്തിയിരുന്നു. ഈ ദേശസഞ്ചാരം നടത്തി അവരുടെ ആശയങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ ആ ഭക്തി എല്ലാവരിലേക്കും പ്രചരിപ്പിച്ചിരുന്നു. അതേപോലെ പണ്ട് കാലങ്ങളിൽ ഒരുപാട് അനാചാരങ്ങളും അസമത്വങ്ങളും ഒക്കെ ശക്തമായിട്ട് നിലനിന്നിരുന്നൊരു സമയമായിരുന്നു അല്ലേ. അങ്ങനെ ആ അനാചാരങ്ങളും സമത്വങ്ങളും ഒക്കെ ശക്തമായിട്ട് നിലനിന്നത് കൊണ്ട് തന്നെ എന്താണ് ഈ ഭക്തകവികൾ പറയുന്ന ഭക്തകവികളുടെ രചനകൾ എന്ത് ചെയ്തിരുന്നു? വളരെ താഴെത്തട്ടുള്ള സാധാരണക്കാരെയൊക്കെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു. അതുപോലെ എന്താണ് ജാതി ഭേദമന്യേ അല്ലേ ഇങ്ങനെ ഇവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതായത് അന്ന് നിലനിന്നിരുന്ന ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ എന്തായി? ഈ ജാതി മതഭേദമന്യേ ആ സമൂഹത്തിലുള്ള എല്ലാവരും ഈ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ഒരുപാട് ആകൃഷ്ടരായില്ലേ. കാരണം അവരെപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ് ഇവർ ഇങ്ങനെ
അതിൻ്റെ ഓരോ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും അതുപോലെ പ്രോത്സാഹിപ്പിക്കപ്പെടാതിരിക്കുന്നതും ഒക്കെ അല്ലേ. അപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അവർ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അതിലേക്ക് എന്താക്കപ്പെട്ടു, ആകർഷിക്കപ്പെട്ടു. അതുപോലെ ഈ ആഴ്വാർമാരും നായനാർമാരും രചിച്ച കുറച്ച് രചനകളുണ്ട് കേട്ടോ, ഓർത്ത് വെക്കണം. ആഴ്വാർമാരുടെ രചനകളാണ് എന്ത്, 4000 ദിവ്യ പ്രബന്ധം. അങ്ങനെ ആഴ്വാർമാരുടെ രചനകളാണ് എന്ത്, 4000 ദിവ്യ പ്രബന്ധം. അതുപോലെ നായനാർമാരുടെ രചനകളാണ് എന്ത്, തിരുമുറൈകൾ. എന്താണ്, തിരുമുറൈകൾ കേട്ടോ, ഓർത്ത് വെക്കണം. ആഴ്വാർമാരുടെ രചനകളാണ് 4000 ദിവ്യ പ്രബന്ധം. അതുപോലെ നായനാർമാരുടെ രചനകളാണ് എന്ത്, തിരുമുറൈകൾ എന്നും അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ ഈ ഭക്തി പ്രസ്ഥാനത്തിലെ കുറച്ച് പ്രധാന കവികളെ കുറിച്ചാണ് പറയുന്നത്. ആരൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് അത് ആരൊക്കെയാണെന്ന് അറിഞ്ഞു വെച്ചാൽ മതി. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഭക്തി പ്രസ്ഥാനത്തിൽ എന്താണ് 2 കവികളുണ്ടായിരുന്നു അല്ലേ, ആഴ്വാർമാരും നായനാർമാരും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ആഴ്വാർമാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വിഷ്ണു ഭക്തരാണ് കേട്ടോ. ആഴ്വാർമാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണു ഭക്തർ. നായനാർമാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ശിവഭക്തർ കേട്ടോ. ഈ ആഴ്വാർമാരിലുണ്ടായിരുന്ന പ്രധാന കവികളാണ് ആരൊക്കെ, കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, അതുപോലെ ആണ്ടാൾ. ഇവർ 4 പേരും കേട്ടോ. പിന്നെ അതേപോലെ നായനാർമാരിൽ, അതായത് ശിവഭക്തരിലെ അവരിലുണ്ടായിരുന്ന പ്രധാന കവികൾ ആരൊക്കെയാണ്, കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സംബന്ധർ, സുന്ദർ, അതുപോലെ മാണിക്യവാസകർ അല്ലേ. ഇത്രയും പേരാണ് എന്ത്, പ്രധാന കവികളെന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് അതായത് ഈ ഭക്തി പ്രസ്ഥാനം നമ്മളിപ്പോൾ പറഞ്ഞാൽ ആ പ്രാദേശിക ആ ഒരു ചെറിയ ചുറ്റുവട്ടത്ത് മാത്രം ആദ്യമൊക്കെ എന്ത് ചെയ്താണ്, ആ ചെറിയൊരു ചുറ്റുവട്ടം മാത്രമായിരുന്നു അത് ഉണ്ടായിരുന്നത് അല്ലേ. പക്ഷേ കാലക്രമേണ എന്താക്കപ്പെട്ടു, ഈ ഭക്തി പ്രസ്ഥാനം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും വിഭജിക്കപ്പെട്ടു, അത് വ്യാപിക്കപ്പെട്ടു. ഒരുപാട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്കും ഇത് എന്ത് ചെയ്യപ്പെട്ടു, വ്യാപിക്കപ്പെട്ടു. അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ, ഓരോ പ്രദേശങ്ങളിലും ഭക്തി പ്രസ്ഥാനത്തിന് എന്ത് ചെയ്തു, ഓരോരോ പ്രചാരകന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഇനി നമ്മൾ പഠിക്കുന്നത് കുറച്ച് ഇനി അങ്ങനത്തെ പ്രചാരകന്മാരാണ്. അതായത് ഓരോ നാട്ടിൽ ഓരോ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകന്മാരെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ആളാണ് ആര്, ബസവണ്ണ കേട്ടോ. കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹി. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ, ഒരു 1 വേർഡ് ചോദിക്കാം, കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹി എന്നറിയപ്പെടുന്നത് ആരാണ്, ബസവണ്ണയാണ് കേട്ടോ. കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹി എന്നറിയപ്പെടുന്നത് ആരാണ്, ബസവണ്ണയാണ്. ഈ ബസവണ്ണ രൂപീകരിച്ച ഒരു ചർച്ചാവേദിയാണ് എന്ത്, അനുഭവ മണ്ഡപം എന്ന് അറിയപ്പെടുന്നത്. അതായത് 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് എന്ത്, അനുഭവ മണ്ഡപം എന്ന് പറയുന്നത്. ഇതിൽ ജാതി മത വിവേചനം അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാവരും എന്നിവ പരിഗണിക്കാതെ എല്ലാവരും ചർച്ചകളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചിരുന്നു. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ചർച്ചാ വേദിയാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യപ്പെട്ടു, അതായത് ജാതിയോ മതമോ ലിംഗവിവേചനമോ അങ്ങനെ ഒരു ഇതുമില്ലാതെ, ഒരു വിവേചനവും ഇല്ലാതെ എല്ലാവരെയും എന്ത് ചെയ്യപ്പെട്ടു, ഈ ചർച്ചാവേദിയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഇപ്പോൾ ഈ വേദിയിൽ, ഈ അനുഭവ മണ്ഡലത്തിൽ ചർച്ച ചെയ്ത് ഉയർന്നു വരുന്ന ആശയങ്ങളുണ്ടല്ലോ, ആ ആശയങ്ങളെ എന്താണെന്ന് അറിയപ്പെടുന്ന, ആ ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വചനങ്ങൾ എന്ന പേരിലാണ് ജനങ്ങളിലേക്ക് പകർന്നു വന്നിരുന്നത് കേട്ടോ. അതായത് എന്താണ്, ചെറുതായിട്ടൊന്ന് പറയാം. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ഒരു ആത്മീയ ചർച്ചാവേദിയാണ് എന്ത്, അനുഭവ മണ്ഡപം എന്ന് പറയുന്നത്. ഇവിടെ ജാതിയോ മതമോ ലിംഗമോ അങ്ങനെ യാതൊരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെ എല്ലാവർക്കും എന്ത് ചെയ്യാമായിരുന്നു, ഈ ചർച്ചാവേദിയിൽ പങ്കെടുക്കാമായിരുന്നു. അങ്ങനെ ഉള്ള എല്ലാ ചർച്ചകളും എല്ലാം നടത്തി അതിൽ നിന്ന് ഉയർന്നു വരുന്ന ആശയങ്ങളുണ്ടല്ലോ, ആ ആശയങ്ങളെ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്, വചനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അത് മനസ്സിലായല്ലോ അല്ലേ. ഇനി നമുക്ക് ബസവണ്ണയെക്കുറിച്ച് ചെറിയൊരിത് പഠിക്കാം അല്ലേ. അതായത്
12-ാം നൂറ്റാണ്ടിലെ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്നു ആര്? ബസവണ്ണ എന്ന് പറയുന്നത് കേട്ടോ. 12-ാം നൂറ്റാണ്ടിലേക്കാണ്. 12-ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും അതേപോലെ ഒരു കവിയുമായിരുന്നു ആര്? ബസവണ്ണ. അന്ന് ബസവണ്ണ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് എന്തായിരുന്നു? അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവും ആയ വിവേചനങ്ങളിലെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വിവേചനം, അതുപോലെ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഉള്ള വിവേചനം അല്ലേ, അങ്ങനെ ഓരോ വിഭജനങ്ങളെ എന്ത് ചെയ്യപ്പെട്ടു? ഈ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഈ ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ഒരുപാട് പ്രയത്നിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങളെല്ലാം കൂടി ഏകോപിപ്പിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? വീരശൈവ പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനം സ്ഥാപിച്ചത് കേട്ടോ. അതായത് ഒന്നുകൂടെ പറയാം, 12-ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും ഒരു കവിയുമായിരുന്നു ആര്? ബസവണ്ണ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരുപാട് വിവേചനങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, നമുക്കറിയാം അല്ലേ, ജാതി വിവേചനം, മതവിവേചനം, അതുപോലെ ലിംഗലെ, സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസം, അങ്ങനെ ഒരുപാട് വിവേചനങ്ങൾ നിലനിന്നിരുന്നു. ഇങ്ങനെയുള്ള ഓരോ വിവേചനങ്ങളെ എന്ത് ചെയ്തു? ഈ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇങ്ങനത്തെ ഓരോ വിവേചനങ്ങൾ പാടെ തുടച്ച് നീക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരുപാട് പ്രയത്നിച്ചിരുന്നു. അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥാപിച്ച ഒരു പ്രസ്ഥാനം, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങളെല്ലാം കൂടി ഏകോപിപ്പിച്ച് ഒരു പ്രസ്ഥാനം അദ്ദേഹം ആരംഭിച്ചു. ആ പ്രസ്ഥാനമാണ് എന്ത്? വീരശൈവ പ്രസ്ഥാനം. ഓർത്ത് വെക്കാം കേട്ടോ. വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ബസവണ്ണ. അത്രയും മനസ്സിലായല്ലോ അല്ലേ. ഇനി വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ കുറച്ച് പ്രധാന പ്രവർത്തനങ്ങൾ കേട്ടോ. അവർ ചെയ്തിരുന്ന കുറച്ച് പ്രധാന പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓർത്ത് വെക്കണം കേട്ടോ. വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ച് എഴുതാൻ പറയുമ്പോൾ വീരശൈവ പ്രസ്ഥാനം എഴുതണം, അതുപോലെ ബസവണ്ണനെ കുറിച്ച് എഴുതണം അല്ലേ. ആദ്യം ബസവണ്ണനെ കുറിച്ച് വേണം നമുക്ക് എഴുതാൻ അല്ലേ. ബസവണ്ണ അനുഭവ മണ്ഡപം സ്ഥാപിച്ചതും അതുപോലെ അദ്ദേഹം ഉയർത്ത് കാട്ടിയ കാര്യങ്ങളും അങ്ങനെയെല്ലാം എഴുതണം അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രധാന പ്രവർത്തനങ്ങളും കൂടി നോക്കാം. ആദ്യം എന്താണ്? ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാവീണതയെയും എന്ത് ചെയ്തു? ചോദ്യം ചെയ്യപ്പെട്ടു അല്ലേ. നമുക്കറിയാം പണ്ട് എന്താണ്? ബ്രാഹ്മണർക്കായിരുന്നു അല്ലേ മേധാവിത്വം. ഏറ്റവും ഉയർന്ന തട്ടിൽ ആരായിരുന്നു? ബ്രാഹ്മണരായിരുന്നു അല്ലേ. അങ്ങനെ ബ്രാഹ്മണരെയൊക്കെ അവരുടെ മേധാവിത്വത്തെയൊക്കെ എന്ത് ചെയ്തു? ഇദ്ദേഹം ചോദ്യം ചെയ്തു. പിന്നെയോ ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു ജാതി വിവേചനം അല്ലേ, ജാതിപരമായിട്ടും അതുപോലെ സ്ത്രീ വിവേചനം, പുരുഷന്മാരും സ്ത്രീകളും, അങ്ങനെ ഒരുപാട് വിവേചനങ്ങളൊക്കെ നിലനിരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. പിന്നെയോ ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു അല്ലേ. അതായത് എന്താണ്? ഒരു ദൈവം. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതായത് ബ്രാഹ്മിൺസ്, അതായത് അവർ കുറച്ച് ഉയർന്ന ജാതിയിലുള്ളവർക്ക് എന്തായിരുന്നു? അവർക്ക് അവരുടേതായ ദൈവങ്ങളിലെ അവരുടെ ദൈവങ്ങളെ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? കുറച്ച് താഴ്ന്ന ജാതിയിലുള്ളവർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല, തൊഴാൻ പറ്റൂലായിരുന്നു. അങ്ങനെ ഒരുപാട് വിവേചനങ്ങൾ നിലനിന്നിരുന്നു അല്ലേ. അതൊക്കെ ഇല്ലാതാക്കി എന്ത് ചെയ്യണമായിരുന്നു? ഏകദൈവം, എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും എന്താണ്? ഒരു ദൈവമാണ് അല്ലേ. വലിയവർക്ക് ഒരു ദൈവം, ചെറിയവർക്ക് ഒരു ദൈവം, അങ്ങനെയുള്ള വിവേചനങ്ങളൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേ. അതാണ് ഏകദൈവ വിശ്വാസത്തെ അദ്ദേഹം എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലേ. അതായത് എന്താണ്? തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനെ പറ്റിയില്ലേ, അതായത് തൊഴിൽ ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവിടെയുള്ള ആളുകളെ എന്ത് ചെയ്യും? ബോധ്യപ്പെടുത്തി. അതുപോലെ ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അല്ലേ. അതായത് ശൈശവ വിവാഹം നമ്മൾ മുന്നേ പഠിച്ചിരുന്നു അല്ലേ. അതായത് 10, 11, 12 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ എന്താണ് വിവാഹം കഴിപ്പിച്ചു
പഠിപ്പിച്ചയക്കുമായിരുന്നു പണ്ടിലെ. അതിനെയെല്ലാം ഇദ്ദേഹം എതിർത്തു. അതുകൂടാതെ എന്താണ്, വിവാഹം എപ്പോഴായിരിക്കണം എന്നാണ്, പ്രായപൂർത്തിയായതിനു ശേഷം വിവാഹം. അതേപോലെ ഭർത്താവ് മരിച്ച സ്ത്രീകളൊക്കെ ഉണ്ടല്ലേ, അവർക്ക് വിധവ പുനർവിവാഹത്തിനൊക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഇനി ഇവിടെ കുറച്ച് ബസവണ്ണയുടെ കുറച്ച് സന്ദേശങ്ങളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കണം. പിന്നെ നമുക്ക് ഇനി അടുത്ത പ്രചാരകനെ കണ്ടുപിടിക്കാം. ആരാണ്? കബീറാണ് കേട്ടോ. കബീറിന് എന്താണ് അറിയപ്പെടുന്നത്? മാനവ മൈത്രിയുടെ പ്രചാരകൻ എന്നാണ് അറിയപ്പെടുന്നത്. മാനവ മൈത്രിയുടെ പ്രചാരകൻ എന്നാണ് കബീർ അറിയപ്പെടുന്നത്. ഇദ്ദേഹം 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ കേട്ടോ, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരുന്നു ആര്? കബീർ. അദ്ദേഹം എഴുതിയ കുറച്ച് വരികളാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അദ്ദേഹം എപ്പോഴായിരുന്നു? 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശ് കേട്ടോ, ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരുന്നു ആര്? കബീർ. ഇപ്പം ദോഹകൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളെ അറിയപ്പെടുന്നത്. ഇവിടെ അദ്ദേഹം എഴുതിയ കുറച്ച് വരികളാണ് അല്ലേ. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കീർത്തനമാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ കീർത്തനങ്ങളെയാണ് ദോഹ എന്ന് അറിയപ്പെടുന്നത്. ഈ ദോഹ എന്നറിയപ്പെട്ടിരുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നത്. ഇതും ഇദ്ദേഹവും ഏറ്റവും താഴെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാവാൻ, ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്? ഈ കീർത്തനങ്ങളൊക്കെ രചിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കബീറിൻ്റെ ഈ ദോഹകൾ, ഈ കീർത്തനങ്ങൾ ഒരുപാട് ജനങ്ങളെ ആകർഷിച്ചിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഓരോ ആശയങ്ങൾ അദ്ദേഹം ഈ രചനകളിലൂടെ അല്ലെ, അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ ദോഹകളിലൂടെ എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഒരു ജനങ്ങളെയേറെ ആകർഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹം കൂടുതലും പ്രവർത്തിച്ചത് എന്തിനായിരുന്നു? ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടിയിട്ട്. അതുകൂടാതെ അദ്ദേഹം ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ആരൊക്കെ? ഹിന്ദുവും മുസൽമാനും. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും. അതേപോലെ അദ്ദേഹം കുറച്ച് കാര്യങ്ങളെയൊക്കെ എതിർത്തിരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന, അതേപോലെ ജാതി, മതം, വർണ്ണം, കുടുംബ മഹിമ, സമ്പത്ത്, ഇങ്ങനെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ അതൊക്കെ ഇദ്ദേഹം പൂർണ്ണമായിട്ടും വിമർശിച്ചിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങളൊക്കെ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ കൂട്ടിയിട്ട് ഇദ്ദേഹവും എന്ത് ചെയ്തിരുന്നു? നാടുതോറും സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും കീർത്തനങ്ങളും ഒക്കെ എല്ലാവരിലേക്കും എത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുകൂടാതെ അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന കബീർ എന്ത് ചെയ്തിരുന്നു? ഭക്തിയെ മോക്ഷമാർഗമായി പ്രചരിപ്പിച്ചിരുന്നു അല്ലേ. അതായത് നമുക്ക് ഭക്തിയുള്ളപ്പോൾ നമുക്കതിനൊരു മോക്ഷം ലഭിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഗുരുനാനക്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഗുരുനാനക്. ഇത് വളരെ ചെറുതായിട്ട് മെയിൻ പോയിൻറ്റ്സ് മാത്രമായിട്ടാണ് പറയുന്നത്. ആക്ടിവിറ്റീസ് ഒന്നും ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഗുരുനാനക്കാണ് പറയുന്നത്. സ്നേഹവും സാഹോദര്യവും. ഇത് ചെറിയൊരു സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഗുരുനാനാക്കിനെ കുറിച്ച് നോക്കാം. അതായത് 15-ാം നൂറ്റാണ്ടിൽ തന്നെ കേട്ടോ, 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിൽ ഷേഖ്പൂരിലെ തൽവണ്ടി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പാകിസ്ഥാനാണ്. തൽവണ്ടി ഗ്രാമത്തിലാണ് ഗുരുനാനാക്ക് ജനിച്ചത്. എവിടെയാണ്? 15-ാം നൂറ്റാണ്ടിൽ. ഓർത്ത് വെക്കുക, നൂറ്റാണ്ടുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോവരുത്. ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പൂർ കേട്ടോ, ഷേഖ്പുരയിലെ തൽവണ്ടി ഗ്രാമത്തിലാണ് ഗുരുനാനാക്ക് ജനിച്ചത്. ഇദ്ദേഹവും ഏകദൈവ വിശ്വാസം ഉള്ള
ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ച ഒരാളായിരുന്നു. അതുപോലെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ആശയവും എന്താണ് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകളും ആശയങ്ങളും ഒക്കെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹവും ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഒരുപാട് സഞ്ചരിച്ചിരുന്നു. മതങ്ങളുടെ ഓരോ മതങ്ങൾക്കും അതിൻ്റേതായ ഓരോ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലേ. അങ്ങനത്തെ ഓരോ അനുഷ്ഠാനങ്ങളെയൊക്കെ എന്ത് ചെയ്തിരുന്നു, ഇദ്ദേഹം പാടെ എതിർത്തിരുന്നു. അതുപോലെ ഏകദൈവ വിശ്വാസം അല്ലേ, ഏകദൈവ വിശ്വാസം എന്നുള്ള ഒരു സന്ദേശം ഇദ്ദേഹം ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. അതുപോലെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ച കുറച്ച് ആശയങ്ങളുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത. ഓർത്ത് വയ്ക്കാട്ടോ ഏതൊക്കെയാണ്. അങ്ങോട്ട് മാറിപ്പോയി ഏകദേശം എല്ലാം ഒരേപോലെയാണ്, ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങൾ കേട്ടോ. അതുപോലെ അദ്ദേഹം എതിർത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം എതിർത്ത കുറച്ച് കാര്യങ്ങളിലെ? ജാതി വിവേചനം, വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? എതിർത്തിരുന്നു. അതുകൂടാതെ എല്ലാ വിഭാഗക്കാരും അല്ലേ, ഇപ്പോൾ എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമുക്ക് കാണാം അല്ലേ, ജാതി വ്യത്യാസം, മതവ്യത്യാസമൊക്കെ കൂടി എന്ത് ചെയ്തു, ഭക്ഷണം കഴിക്കുന്നതിനടക്കം അവർ എന്ത് ചെയ്തിരുന്നു, ഈ ജാതി വ്യവസ്ഥയും മതവും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. പക്ഷേ ഇദ്ദേഹം എന്താണ്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ അല്ലേ, ജാതിയോ മതമോ അങ്ങനെ ഒരു ഒന്നിൻ്റെയും ഒരു വിവേചനമില്ലാതെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന, അതായത് അതിനെന്താണ് അദ്ദേഹം പേര് പറഞ്ഞത്? ലങ്കാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം അല്ലേ. ലങ്കാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം അദ്ദേഹം എന്താണ് ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങളെയാണ് പിൽക്കാലത്ത് സിഖ് മതം രൂപീകരണത്തിന് കാരണമായത്. ഇദ്ദേഹം പറഞ്ഞ ഈ വിഗ്രഹാരാധന, ജാതി വിവേചനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, പാടെ നിരാകരിച്ചിരുന്നു. അദ്ദേഹം പ്രോത്സാഹിപ്പിച്ച കുറച്ച് കാര്യങ്ങളാണ് തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത, അതേപോലെ എന്താണ് ഏകദൈവ ആരാധന അല്ലെ, ഏകദൈവ വിശ്വാസമൊക്കെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളാണ്. ഇങ്ങനെ അതുപോലെ തന്നെ എന്താണ് പൊതു അടുക്കള അല്ലെ, ഒരു വിഭാഗം എല്ലാ വിഭാഗക്കാർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു പൊതു അടുക്കളയുടെ പ്രാധാന്യവും അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള എല്ലാ ആശയങ്ങളോടെയും ഒത്തുചേർന്നിട്ടാണ് സിഖ് മതത്തിന് രൂപീകരണം ഉണ്ടായത് അല്ലേ. സിഖ് മതം പിൻകാലത്ത് സിഖ് മതത്തിന് രൂപീകരണത്തിന് വഴിതെളിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടാണ്. അതുകൂടാതെ ഇവിടെ ചെറിയൊരു ഇത് പറയുന്നുണ്ട്, എന്താണ് സിഖ് മതത്തിനെ കുറിച്ചാണ്. സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദിഗ്രന്ഥ എന്ന് പറയുന്നതാണ് ഈ സിഖ് മതത്തിന് ഒരു വിശുദ്ധ ഗ്രന്ഥമായിട്ട് പറയുന്നത്. അതുപോലെ ഗുരുനാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ആദി ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇതൊന്ന് ഓർത്ത് വെക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ചില വൺ വേർഡ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയുന്ന രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യമാണ്. ഈ ഭക്തി പ്രസ്ഥാനത്തിൽ സ്ത്രീകളും എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഈ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് വരികയും അതുപോലെ ഒരുപാട് ഗീതങ്ങളും ആലാപനങ്ങളും ഒക്കെ നടത്തി സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള കുറച്ച് സ്ത്രീ സാന്നിധ്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി അതാണ് നമ്മൾ പഠിക്കുന്നത്, ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം. നമുക്കറിയാമല്ലേ, മധ്യകാലഘട്ടത്തിൽ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് എന്ന് പറയുന്നത് എന്താണ്, പൊതുവെ കുറച്ച് അംഗീകാരമോ അല്ലെങ്കിൽ പരിഗണനയൊന്നും കിട്ടിയിരുന്നില്ല അല്ലേ. അഥവാ കിട്ടുകയാണെങ്കിൽ തന്നെ എന്തായിരുന്നു, അത് വളരെ കുറവായിരുന്നു അല്ലേ. അങ്ങനെ എന്ത് ചെയ്തിരുന്നു, അങ്ങനെയുള്ള ഈ ഭക്തി പ്രസ്ഥാനം വന്നതോടെ എന്താണ്, ഈ ഭക്തി പ്രസ്ഥാനം ഉത്ഭവിച്ചതോടെ ഈ സ്ത്രീകൾക്ക് തന്നെ എന്താണ് അവരവരുടെ ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനും അതുപോലെ കീർത്തനങ്ങൾ പാടുന്നതിനും ഗാനങ്ങൾ ആലപിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഈ ധാരാളം സ്ത്രീകൾ ഈ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് ആര്,
മീരാഭായ് എന്ന് പറയുന്നത് ആരാണ്? രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരി ആയിരുന്നു ആര്? മീരാഭായ് എന്ന് പറയുന്നത്. ഈ മീരാഭായിയുടെ ഒരു പ്രസിദ്ധമായ ഒരു രചനയാണ് എന്ത്? കൃഷ്ണ ഭജസ്സുകൾ എന്ന് പറയുന്നത്. അതായത് ഇവരെന്ത് ചെയ്തിരുന്നു? അവരുടെ ജീവിത സൗകര്യങ്ങൾ, അവരൊരു രാജകുമാരി ആയിരുന്നു അല്ലേ, അവർ എന്ത് ചെയ്തിരുന്നു? അവരുടെ എല്ലാവിധ ജീവിത സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ ഭക്തിയിലേക്ക്, മീരാഭായ് എന്ന് പറയുന്നത് ഒരു കൃഷ്ണ ഭക്തയായിരുന്നു. അവർ ഈ കൃഷ്ണ ഭക്തിയിൽ മുഴുകിയിരുന്നു അല്ലേ. അങ്ങനെ രചിച്ച ഒരു കൃതിയാണ്, അങ്ങനെ രചിച്ച ഒരു രചനയാണ് എന്ത്? കൃഷ്ണ ഭജസ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ. കൃഷ്ണ ഭജസ്സുകൾ ആരാണ്? മീരാഭായ് രചിച്ച ഒരു പ്രസിദ്ധമായ രചനയാണ് കൃഷ്ണ ഭജസ്സുകൾ എന്ന് പറയുന്നത്. അതുകൂടാതെ ഇനിയും വേറെ ആൾക്കാരുണ്ട് കേട്ടോ. അതായത് ഒരാളാണ് തമിഴ്നാട്ടിലെ പ്രശസ്തനായിരുന്ന ഭക്തകവിയത്രിമാരായിരുന്നു ആരൊക്കെ? കാരയ്ക്കൽ അമ്മയാർ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, കാരയ്ക്കൽ അമ്മയാർ, ആണ്ടാൾ എന്നിവർ തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിലെ പ്രശസ്തരായ ഭക്തകവിയത്രിമാരായിരുന്നു ആരൊക്കെ? കാരയ്ക്കൽ അമ്മയാർ, അതുപോലെ ആണ്ടാൾ. കാരയ്ക്കൽ അമ്മയാർ, ആണ്ടാൾ. അതുപോലെ തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന അല്ലേ, ഭക്തിയെ സൂചിപ്പിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്തിരുന്നു? ഒരുപാട് കൃതികളൊക്കെ, രചനകളൊക്കെ എഴുതിയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ വീരശൈവ പ്രസ്ഥാനം അല്ലേ, വീരശൈവ നമ്മളിപ്പോൾ പഠിച്ചോളൂ. വീരശൈവ പ്രസ്ഥാനം രൂപം കൊടുത്തത് ആരാണ്? ബസവണ്ണയാണ് അല്ലേ. ഈ വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖരായിരുന്നു ആരൊക്കെ? അക്കാ മഹാദേവി കേട്ടോ. വീരശൈവ പ്രസ്ഥാനത്തിലെ ഒരു പ്രമുഖയായിരുന്നു ആര്? അക്കാ മഹാദേവി. അതേപോലെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. എന്താ? മഹാരാഷ്ട്രയിലെ ബഹിനാബായി, അതുപോലെ സൊയ്റാബായി, കാശ്മീരിലെ ലാൽദേ തുടങ്ങിയവരും, അതുപോലെ ഇങ്ങനെ കുറച്ച് പേരൊക്കെ എന്ത് ചെയ്തു? ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയ സ്ത്രീ സാന്നിധ്യങ്ങളാണ് കേട്ടോ. ഇവരൊക്കെ എന്താണ്? ഈ ഭക്തി പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന സ്ത്രീ സാന്നിധ്യങ്ങളാണ്. ആരൊക്കെയായിരുന്നു? കുറച്ച് പേരെങ്കിലും ഇതിലുള്ളത് ഓർത്ത് വെക്കുക. ആരൊക്കെയായിരുന്നു? മീരാഭായി, കാരയ്ക്കൽ അമ്മയാർ, ആണ്ടാൾ, അക്കാ മഹാദേവി, അതുപോലെ മഹാരാഷ്ട്രയിലെ ബഹിനാബായി, സൊയ്റാബായി, കാശ്മീരിലെ ലാൽദേ, ഇവരൊക്കെ എന്താണ്? ഈ ഭക്തി പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന സ്ത്രീ സാന്നിധ്യങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങളാണ്. ഈ ഭക്തിപ്രസ്ഥാനം പ്രധാനമായിട്ട് രൂപം കൊണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും അവരവരുടെ ഇഷ്ടദൈവങ്ങളെ സ്വയം സമർപ്പിക്കുക എന്ന രീതിയിൽ, സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും സ്വയം സമർപ്പിക്കുക എന്ന ഒരു ആശയത്തിലാണ് അവർ ഈ ഭക്തിപ്രസ്ഥാനം രൂപം കൊണ്ട് വന്നത്. അതുകൂടെ ഈ ഭക്തി പ്രസ്ഥാനം ആരംഭിച്ചതോടെ എന്താണ്? ഈ ഭക്തിയിൽ മാത്രമല്ല, കൂടാതെ എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ സാമൂഹികവും അതുപോലെ മതപരമായ ഒരുപാട് മേഖലകളിലൊക്കെ പുരോഗതി ഉണ്ടാക്കാൻ ആർക്ക് സാധിച്ചു? ഈ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചു. ഇത് നമ്മൾ പറയുന്നത് എന്താണ്? ഈ ഭക്തി പ്രസ്ഥാനം വന്നതോടെ വന്ന മാറ്റങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യം ഒന്നുകൂടെ പറയുന്നത് എന്താ? ഭക്തി പ്രസ്ഥാനം എന്ന് വെച്ചാൽ എന്താണ്? ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്തായിരുന്നു? സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് നമ്മുടെ ജീവിതം സ്വയം സമർപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ എന്ത് ചെയ്യപ്പെട്ടു? ഈ ഭക്തി പ്രസ്ഥാനം വന്നതോടെ എന്താണ്? പിൽക്കാലത്ത് പണ്ട് കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഓരോ അനാചാരങ്ങൾ, ഓരോ സാമൂഹികവും മതപരവുമായ മേഖലകളിലൊക്കെ എന്ത് ചെയ്യപ്പെട്ടു? ഒരുപാട് പുരോഗതി ഉണ്ടാക്കാൻ ആർക്ക് സാധിച്ചു? ഈ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ ഭക്തി പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം അല്ലേ കൂടുതലും എന്ത് ചെയ്യുന്നത്? താഴ്ന്ന ജാതിക്കാരായിരുന്നു ഇതിൽ കൂടുതലുണ്ടായിരുന്നത്. കാരണം എന്തായിരുന്നു? അവരായിരുന്നു ഒരുപാട് അസമത്വങ്ങളൊക്കെ നേരിട്ട് കൊണ്ടിരുന്നത്. ആരായിരുന്നു? ഈ താഴ്ന്ന ജാതിക്കാരായിരുന്നു അല്ലേ. ഒരുപാട് പീഡനങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മുന്നേ ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഒരുപാടിടത്ത് കണ്ടിട്ടൊക്കെ ഉണ്ട് അല്ലേ. ടി വിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അതുപോലെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ട് ഈ താഴ്ന്ന ജാതിക്കാർ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ അല്ലേ. അപ്പോൾ കൂടുതലുമായിട്ടും ഈ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് കൂടുതലുമായിട്ടും വന്നതാരായിരുന്നു? ഈ താഴ്ന്ന ജാതിക്കാർ തന്നെയായിരുന്നു കേട്ടോ.
ഇവരെന്ത് ചെയ്തു? ഇവരെല്ലാവരും ഈ ഭക്തിപ്രസ്ഥാനം രൂപം കൊണ്ടതോടെ ഈ താഴ്ന്ന ജാതിക്കാർ ഇവരെല്ലാവരും കൂടി എന്ത് ചോദ്യം ഈ ബ്രാഹ്മണ മേധാവിത്വത്തെക്കുറിച്ചും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഓരോ മതപരമായ എന്താണ് ജാതി വ്യവസ്ഥയും ബ്രാഹ്മണർക്കുണ്ടായിരുന്ന മേധാവിത്വത്തെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു ചോദ്യം ചെയ്തു. അതുകൊണ്ട് എന്തായി? അതിൻ്റെയൊക്കെ ആ ചോദ്യം ചെയ്യലിൻ്റെയൊക്കെ ഫലമായിട്ട് എന്തുണ്ടായി? സാമൂഹിക സമത്വം എന്ന ഒരു ആശയം അവിടെ രൂപപ്പെട്ടു വന്നു അല്ലേ? സാമൂഹിക സമത്വം എന്ന ഒരു ആശയം എന്ത് ചെയ്യപ്പെട്ടു? ഈ ഭക്തി പ്രസ്ഥാനത്തിലൂടെ അവിടെ രൂപപ്പെട്ടു തുടങ്ങി സാമൂഹിക സമത്വം. ഇത്രയാണ് എന്തുള്ളത് നമ്മൾ ഈ ഭക്തി പ്രസ്ഥാനത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് എന്താണ്? അനുഭവ മണ്ഡപമാണ് അല്ലേ? അനുഭവ മണ്ഡപത്തിൽ ബസവണ്ണ അനുഭവ മണ്ഡപം സ്ഥാപിച്ചതോടെ എന്താണ് അവിടെ സ്ത്രീകൾക്കും പങ്കെടുക്കുവാനുള്ള ഒരു അവസരമൊക്കെ ലഭിച്ചു അല്ലേ? അവിടെ ജാതിയെന്നോ മതമെന്നോ അല്ലെങ്കിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള ഒരു വേർതിരിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്ത്രീകൾക്ക് അവിടെ എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിലോ അവരുടേതായ അവർക്ക് എന്തെങ്കിലും ആശയങ്ങളുണ്ടെങ്കിലോ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ അവർക്കൊക്കെ എന്ത് ചെയ്യാമായിരുന്നു? അവിടെ ആ അനുഭവ മണ്ഡപത്തിൽ വന്ന ആ ചർച്ചാവേദിയിൽ അവർക്കത് തുറന്നു പറയാമായിരുന്നു. അവർക്കങ്ങനെ ആരെയും പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് വേണമെങ്കിലും വന്ന് പറയാനും അങ്ങനെ അതിനുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു അനുഭവ മണ്ഡപം എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ ഓരോ ഫലങ്ങളാണ് അല്ലേ? ഇതൊക്കെ എന്താണ്? ഒരു സമത്വത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? അങ്ങനെ അതുകൂടാതെ എന്തൊക്കെ നമ്മൾ പഠിച്ച പിന്നെ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടായി. പിന്നെ അതുപോലെ എന്താണ്? അധ്വാനത്തിൻ്റെ മഹത്വം അല്ലെ? തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടി ആൾക്കാരെ ബോധവൽക്കരിച്ചു. അതുപോലെ എന്താണ്? ശൈശവ വിവാഹത്തെ എതിർത്തു. പിന്നെയോ വിധവ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ചു അല്ലേ? അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഈ ഭക്തി പ്രസ്ഥാനത്തിലൂടെ എന്ത് ചെയ്യപ്പെട്ടു? ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. ഇത്രയാണ് ഭക്തി പ്രസ്ഥാനത്തെ കൊണ്ട് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഭക്തി പ്രസ്ഥാനം എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ സവിശേഷതകൾ. പിന്നെ ഇത് ഓരോ നാട്ടിലേക്കും ഓരോ പ്രചാരകന്മാരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? ബസവണ്ണ, ഗുരുനാനാക്ക്, കബീർ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ അതിൽ കുറച്ച് സ്ത്രീ സാന്നിധ്യങ്ങളുണ്ട്, ഈ മീരാബായിനെ പോലെയൊക്കെയുള്ളവർ. അപ്പോൾ എന്ത് ചെയ്യുക? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ മെയിനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിൽ ഇത്രയെങ്കിലും ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് സൂഫി പ്രസ്ഥാനമാണ്. അത് അടുത്തൊരു ദിവസം പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക കേട്ടോ. ബൈ.